ഹിരോഷിമ ദിനത്തെക്കുറിച്ചുള്ള ഒരു ഏകപത്ര നാടകം. രംഗം: വേദിയിൽ ഒരു വ്യക്തി മാത്രം. അയാളുടെ കയ്യിൽ ഒരു പഴയ ആൽബം. അയാൾ ആ ആൽബം തുറന്ന് അതിൽ നോക്കി സംസാരിക്കുന്നു. ഞാനിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായൊരവസ്ഥയായിരുന്നു അത് ഹിരോഷിമ. 1945 ഓഗസ്റ്റ് 6. സൂര്യോദയത്തിൽ പതിയെ വിരിഞ്ഞു വന്ന ആ പ്രഭാതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കുള്ള തുടക്കമായിരുന്നു അത്. അന്ന് ഹിരോഷിമയിൽ വന്ന് പതിച്ച ലിറ്റിൽ ബോയ് എന്ന പേരുള്ള അണുബോംബ്. ആ ഒരു നിമിഷം ആ നഗരം ഒരു നരകമായി മാറി. ഇതൊന്ന് നോക്കൂ, ഈ ചിത്രങ്ങളിലെല്ലാം സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യരായിരുന്നു. കളിച്ചും ചിരിച്ചും നടന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോയ ചെറുപ്പക്കാർ, പ്രായമായവർ, അങ്ങനെ എല്ലാവരും ആ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത്. അണുബോംബിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പോലും ഇന്നും ആ ദുരിതം പേറിയാണ് ജീവിക്കുന്നത്. അവരിൽ പലരെയും ഇന്നും ആ ദുരിതം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കിരണങ്ങൾ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ഓഗസ്റ്റ് 6 വരുമ്പോഴും ഹിരോഷിമയിലെ ആ ദിവസം നമ്മൾ ഓർക്കും. സമാധാനത്തിന്റെയും അഹിംസയുടെയും പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നു. ആണവായുധങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന്, ഒരു രാജ്യത്തും ഉണ്ടാകരുതെന്ന് നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നു. അന്ന് ആ ബോംബ് ഹിരോഷിമയിൽ വന്ന് പതിച്ചപ്പോൾ ലോകം കണ്ടത് വലിയൊരു നിലവിളിയായിരുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള നിലവിളി. ഇനിയും ഒരു ഹിരോഷിമ ഉണ്ടാവാതിരിക്കട്ടെ.